വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ മാറി വികാസ് വാണി ജംഗ്ഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനുള്ളിൽ 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 6 സെൻറ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമും വർക്ക് ഏരിയയും കൂടാതെ 3 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി വരുന്ന ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഈ ഒരു കളർ കോമ്പിനേഷനാണ്. കൂടാതെ കോമ്പിനേഷൻ എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷൻ്റെ ഭംഗി നൽകാനായി സ്ലോപ്പിംഗ് റൂഫിൻ്റെ ഭാഗത്തായിട്ട് ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും കൂടാതെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസും സിലിണ്ടറിക്കൽ ലൈറ്റ്സും ഭംഗിയുള്ള വാൾ ലൈറ്റും കൂടാതെ മനോഹരമായ ബാൽക്കണി സീലിംഗും ബാൽക്കണി വ്യൂവുമാണ് നമുക്ക് കിട്ടുന്നത്. വീടിൻ്റെ ഇൻറ്റേർണൽ റോഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 മീറ്ററാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം നമുക്കിവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ 2-വേ ലൈറ്റും സ്ക്വയർ ട്യൂബ് ഡിസൈനും ഒക്കെ നൽകിയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മനോഹരമായ ഒരു വിക്കറ്റ് ഗേറ്റ് കൂടി നൽകുന്നുണ്ട്. 5.5 മീറ്ററോളമാണ് ഇവിടെ മെയിൻ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വിക്കറ്റ് ഗേറ്റിൻ്റെ പാറ്റേണിലാണ് ഫോൾഡിംഗ് ഗേറ്റ് വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 17.5 അടിയോളം നീളവും 17 അടി വീതിയുമാണ് ഉള്ളത്. ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കവേർഡ് കാർ പാർക്കിങ്ങിന് ലഭിക്കുന്നുണ്ട്. കൂടാതെ പവർ പോയിന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് വരുന്ന വോളിൽ വലുപ്പമുള്ളൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ ഭംഗിയുള്ള വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ 9 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും കോബിൾ സ്റ്റോൺ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ 3ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇരുവശത്തുമായിട്ട് അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പെബിൾസ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഇന്നർ സൈഡിലും ടെക്സ്ചർ വർക്കും 2-വേ ലൈറ്റും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു ട്രീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സോളാർ ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണറിൻ്റെ വോൾ കംപ്ലീറ്റ്ലി ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്ത് 2-വേ ലൈറ്റും കൊടുത്താണ് വന്നിരിക്കുന്നത്. കൂടാതെ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിണറിൻ്റെ 2 സൈഡുമായിട്ടും നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു ട്രീ കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ പെബിൾസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയയും ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്ന ഇവിടെയും ഇന്നർ സൈഡിൽ ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് സ്ക്വയർ ട്യൂബ് വർക്കും വരുന്നുണ്ട്. ഈ ഒരു കിണർ കൂടാതെ ഇവിടെ KW വാട്ടർ കണക്ഷനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഒരു ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്ത് 3.5 അടിയോളമാണ് വിട്ട് വരുന്നത്. അവിടെ എല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വരുന്നത്. പിന്നീട് നമ്മൾ സ്പേഷ്യസ് ആയ ഒരു പാഷ്യോയിലേക്കാണ് വരുന്നത്. ഇത് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാഷ്യോയാണ്. ഇവിടെ എല്ലാം തന്നെ ഭംഗിയുള്ളൊരു പാറ്റേണിലുള്ള ടൈൽ വർക്കാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്ലാന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പെബിൾസും നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിൽ നാച്ചുറൽ സ്റ്റോൺസും 2-വേ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് സ്ക്വയർ ട്യൂബ് വർക്കിൽ വന്നിരിക്കുന്നത്. ഭംഗിയായിട്ട് സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസാണ് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. ക്ലയൻറ്റിൻ്റെ ഇഷ്ടാനുസരണം ബിൽഡർ ഇവിടെ ഭംഗിയുള്ള ഒരു വർക്ക് ഏരിയ തന്നെ ചെയ്തു തരുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിങ് സ്പേസിൽ നിന്ന് വരുന്ന ഒരു പാർശ്വയാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ഭംഗിയുള്ള പാറ്റേണുള്ള ടൈലൊക്കെ കൊടുത്ത് നാച്ചുറൽ ഗ്രാസും പ്ലാന്റ്സും
റിവർ പെബിൾസും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഒരു വാട്ടർ ഫൗണ്ടനും വരുന്നുണ്ട്. കോമ്പൗണ്ട് വാളിൽ ഇവിടെയും നാച്ചുറൽ സ്റ്റോൺസും 2-way ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് സ്ക്വയർ ടു വർക്കിൽ വന്നിരിക്കുന്നത്. ഒരേ സമയം മഴയും വെയിലും ആസ്വദിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാർഷ്യയോട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 7.5 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഭംഗിയായി തന്നെയാണ് സിറ്റ് ഔട്ടിൻ്റെ എൻട്രൻസിൽ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. 2 നാച്ചുറൽ പ്ലാന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും വരുന്നുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ട് ഭംഗിയുള്ള ഡിസൈനിൽ വുഡിൻ്റെ തന്നെ ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് മെയിൻ ഡോറും വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. 21 അടി നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. നോർത്തിലേക്ക് താഴെയായി വലുപ്പമുള്ളൊരു വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുകളിലും വലുപ്പമുള്ള വിൻഡോയാണ് വരുന്നത്. ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വലുപ്പമുള്ളൊരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും പാഷ്യോയിലേക്കുള്ള ഒരു ഡോറും വരുന്നുണ്ട്. മുകളിലായിട്ട് ഭംഗിയായി തന്നെയാണ് വലുപ്പമുള്ള ഒരു വിൻഡോ വരുന്നത്. വിൻഡോകൾക്കെല്ലാം തന്നെ ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകൾ ഭാഗത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. മുകളിലായിട്ട് ഒരു ഗ്ലാസ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് ഗ്രില്ലൊക്കെ നൽകിയാണ് ആ ഒരു ഓപ്പണിംഗ് വരുന്നത്. വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് സൗത്ത് സൈഡ് വാളിലാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് ഈ TV യൂണിറ്റ് സ്പേസ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ TV യൂണിറ്റ് സ്പേസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഭംഗിയുള്ള ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. അത് ഡൈനിങ് സ്പേസിലേക്കുള്ള ഒരു പാർട്ടീഷനാണ് വരുന്നത്. ആ ഒരു പാർട്ടീഷനെ കണ്ടിന്യൂ ചെയ്ത് പാനലിംഗ് വർക്കൊക്കെ വരുന്നുണ്ട്. പാർട്ടീഷന് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് പോർഷൻ ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിംഗ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ വുഡൻ ടെക്സ്ചറിലുള്ള ബീഡിങ്ങും പാനലിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോർ തുറന്ന് പ്രവേശിക്കുന്ന ഭാഗത്തായിട്ടുള്ള സീലിംഗ് വർക്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൻ്റെ ഒരു സൈഡിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. കൂടാതെ മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. ഹിൻഡ് വെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഈ ഒരു സർക്കിൾ ഷേപ്പിലുള്ള മിറർ തന്നെയാണ്. കൂടാതെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡക്ക സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ എൻട്രൻസ് വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് വരുന്നുണ്ട്. ഇൻവെർട്ടറിനുള്ള പോയിന്റിന് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഒരു ബോക്സ് പോലെ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഡൈനിങ് സ്പേസിനോട് ചേർന്നാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിലുള്ള ഭാഗത്ത് ഇരു ഭാഗങ്ങളിലും അത്യാവശ്യം ഡക്ക സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡക്ക സ്പേസിന് മുകളിലൊക്കെ പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഡൈനിങ് സ്പേസിൽ നിന്നുള്ള പാർഷ്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് വലുപ്പമുള്ളൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് പാർഷ്യയിലേക്കുള്ള ഓപ്പണിങ്ങിനുള്ള ഡോറാണ് വരുന്നത്. ഈ ഒരു വാളിലായിട്ട് ഭംഗിയുള്ള ഒരു ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള വാൾ ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ പാനലിംഗ് ആണ് വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ളൊരു സീലിംഗ് ഫാൻ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഡക്ക സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ആ ഒരു ഡക്ക സ്പേസിനും അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ വി-ഗാർഡിൻ്റെ വയേഴ്സും എലാങ്കയുടെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഭംഗിയുള്ള പാറ്റേണിലുള്ള ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. കൗണ്ടറിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇരു ഭാഗത്തായിട്ട് ഡക്ക സ്പേസും വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 14.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഇലക്ട്രിക് ചിമ്മിനിയും കൗണ്ടർ സ്പേസും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് താഴെ മുകളിലുമായിട്ട് 5 ഡോറിൻ്റെ വിൻഡോയും നൽകിയിട്ടുണ്ട്. അതിൽ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നാനോ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്.
മൾട്ടി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു കിച്ചൺ സിങ്ക് വരുന്നുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇനിയൊരു കബോർഡ് വർക്കുകൾ കൂടി വരാനുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെയും ധാരാളം സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വോളിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു കിച്ചണിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈലായിട്ട് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് എൽ ഷേപ്പിലുള്ള ഒരു വിൻഡോയും വെസ്റ്റിലേക്ക് നോർമൽ 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾക്കെല്ലാം തന്നെ ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. സൗത്ത് സൈഡ് വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഒരു വോളാർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ സൗത്ത് സൈഡ് വോളിനോട് ചേർന്നാണ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ക്രോംപ്ടന്റെ സീലിംഗ് ഫാൻസ് ആണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലിപ്പമുള്ള ഒരു വാൾറൂബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഹിൻവെയറിൻ്റെ ഒരു വാഷ് കൗണ്ടറും സ്റ്റോറേജും വലുപ്പമുള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. ഹിൻവെയറിൻ്റെ തന്നെ വാൾ മൗണ്ട് ആയിട്ടുള്ള വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റ്സും എക്സോസ്റ്റ് ഫാനും ഹീറ്റിനുള്ള പോയിന്റും അടക്കമാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്കൂഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റിലേക്കും വലുപ്പമുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോകൾക്കെല്ലാം തന്നെ ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വെസ്റ്റ് സൈഡ് വാളിലായിട്ട് ഭംഗിയുള്ള 2 ആർട്ടും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഭംഗിയുള്ള സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി സ്ലൈഡിംഗ് ആയിട്ട് തുറക്കാവുന്ന ഒരു വലുപ്പമുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് വലിയൊരു മിററോട് കൂടി ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഹിൻവെയറിൻ്റെ വാഷ് കൗണ്ടറും സ്റ്റോറേജും അതുപോലെ തന്നെ വലുപ്പമുള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. ഹിൻവെയറിൻ്റെ തന്നെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും അടക്കമാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. ത്രെഡ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് ഇവിടെ സ്റ്റെയർ കേസ് വരുന്നത്. കൂടാതെ സ്റ്റെയർ കയറി വരുന്ന മുകളിലായിട്ട് ഭംഗിയുള്ള 3 ആർട്ട് ഫ്രെയിംസ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് 3 പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് ആണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലൈറ്റ്സിന് 3 കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. 24 അടിയോളം നീളവും 13 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. അപ്പർ ലിവിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമുകൾ വരുന്നത്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. TV യൂണിറ്റിനുള്ള സ്പേസ് ഇവിടെയാണ്. താഴെയായിട്ടൊരു ചെറിയ TV യൂണിറ്റ് വരുന്നുണ്ട്. അതിൽ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് മുകളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. ബ്ലൈൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. മുകളിലെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ഫാൻസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് താഴത്തെ ലിവിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ് വരുന്നത്. പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തേക്കും വന്നു കഴിഞ്ഞാലും സീലിംഗ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ അപ്പർ ലിവിങ് സ്പേസിൽ 2 സീലിംഗ് ഫാൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് എൽ ഷേപ്പിലുള്ള ഒരു വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോറിൻ്റെ നോർമൽ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾക്കെല്ലാം തന്നെ ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. സൗത്ത് സൈഡ് വാളിലായിട്ട് ഭംഗിയുള്ളൊരു വാളാർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ സൗത്ത് സൈഡ് വാളിനോട് ചേർന്നിട്ടാണ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾറോബും ഡ്രസ്സിംഗ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിനെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എല്ലാം തന്നെ ഹിൻവെയറിന്റെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് LED ലൈറ്റ്സും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് വരുന്നത്. നോർത്തിലേക്ക് വലുപ്പമുള്ള ഒരു UPVCയുടെ പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് വരുന്നത്. വെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊരു സിംഗിൾ ഡോർ വിൻഡോയാണ് വരുന്നത്. കൂടാതെ ഒരു ഭാഗത്തായിട്ടൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെയായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോർത്ത് സൈഡ് വാളിൽ വിൻഡോ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗത്തും ബെഡ്റൂം സ്പേസ് പോകാതെ തന്നെ ഫുൾ ലെങ്തിൽ ഒരു കബോർഡ് വരുന്നുണ്ട്. താഴെ മുകളിലായിട്ട് അതിൽ സ്റ്റോറേജും വരുന്നുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ വെസ്റ്റ് സൈഡിലായിട്ട് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. അതിനും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൊറോക്കൻ ടൈൽസ് ആണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടൊരു സിലിണ്ടറിക്കൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും ഒരു ചെറിയ UPVCയുടെ പെർമനന്റ് ഗ്ലാസ് വിൻഡോ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഇൻഡോർ പ്ലാന്റ്സും ഒരു സ്വിമ്മിങ് ഒക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടറും സ്റ്റോറേജും ഒക്കെ വരുന്നുണ്ട്. ഹിൻവെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ബാത്റൂമിലും നൽകിയിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ചെയ്ത് LED ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. 15 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി റൂമിന് ഉള്ളത്. ഭംഗിയുള്ള പാറ്റേണുള്ള ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും വലുപ്പമുള്ള ഗ്രിൽ വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ നോർത്ത് സൈഡ് വോളിലായിട്ട് സർക്കുലർ ഷേപ്പിലൊരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസും ഗ്രില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലിവിംഗ് സ്പേസിലേക്കുള്ള വ്യൂ ആണ് നമുക്ക് നൽകുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വളരെ സ്പേഷ്യസ് ആയ ബാൽക്കണിയിലേക്ക് വരാം. 23 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. മൊറോക്കൻ പാറ്റേണിലുള്ള ഭംഗിയുള്ള ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ടഫൻ്റെ ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള വാൾ ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ടൈല് കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ബാൽക്കണി മാറ്റിയെടുക്കാവുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 600 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 7.5 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 4.2 കിലോമീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 2.9 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 6 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റ്, 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമും വർക്ക് ഏരിയ 3 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയ ഈ വീടിന് ചോദിക്കുന്നത് 1,85,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രോക്കറേജ് ഫീ ഇല്ലാതെ നിങ്ങൾക്ക് വീടുകൾ സ്വന്തമാക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.